തൃശൂർ അങ്ങെടുക്കാൻ ആദ്യം സുരേഷ് ഗോപി, പിന്നാലെ പത്തനംതിട്ടയെ തൊടാൻ മാളികപ്പുറം ഫ്രെയിമിൽ സാക്ഷാൽ നടൻ ഉണ്ണി മുകുന്ദനും. പ്രതീക്ഷാ ലിസ്റ്റിൽ നടി നവ്യ നായരുമുണ്ട് കേട്ടോ. പിന്നെ തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെയും വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെയും പേരുകൾ. അതെ, ആഴ്ചകൾക്കകം തന്നെ ഈ ചിത്രം വ്യക്തമാക്കാനുള്ള ശ്രമത്തിലാണ് BJP. തങ്ങൾക്ക് ബാലികേറ മലയായ കേരളത്തിൽ നിന്ന് പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് BJP. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും പാർട്ടി മുന്നോട്ട് വെക്കുക. അപ്രതീക്ഷിത പ്രമുഖർ ഉൾപ്പെടുന്ന പട്ടിക ഈ മാസത്തോടെ തന്നെ പുറത്തുവിട്ടേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏതൊക്കെ മണ്ഡലത്തിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാവണമെന്നതിനെ കുറിച്ച് പാർട്ടി തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്നും അവർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏറെ വിജയസാധ്യത കൽപ്പിക്കുന്ന തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കളത്തിലിറക്കി BJP വൻ മേൽക്കൈയാണ് നേടിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞയാഴ്ച തൃശൂരിൽ എത്തുകയും ചെയ്തിരുന്നു. പാർട്ടിയുടെ ശക്തി വിളിച്ചറിയിക്കാൻ സംഘടിപ്പിച്ച സ്ത്രീശക്തി സംഗമം വൻ വിജയമാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം പരമാവധി മുതലാക്കിയാൽ കൂടുതൽ സീറ്റുകളിൽ വിജയം സാധ്യമാക്കാനാണ് പാർട്ടി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. അടുത്തു തന്നെ മോദി വീണ്ടും കേരളത്തിലെത്തുന്നുണ്ട്. പത്തനംതിട്ടയിൽ നടൻ ഉണ്ണി മുകുന്ദനായിരിക്കും BJP സ്ഥാനാർത്ഥിയെന്നാണ് റിപ്പോർട്ട്. മാളികപ്പുറം എന്ന സിനിമയിലൂടെ കരിയർ ബ്രേക്ക് ചെയ്ത ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥിയാകുന്നത് വിശ്വാസികളുടെ വോട്ട് കിട്ടാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. BJPയോട് പരസ്യമായ ആഭിമുഖ്യവും ഉണ്ണി മുകുന്ദൻ പുലർത്തുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അദ്ദേഹവുമായി പാർട്ടി കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ടത്രേ. കുമ്മനം രാജശേഖരന്റെയും PC ജോർജിന്റെയും പേരുകൾ ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് കുമ്മനം പ്രവർത്തിക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ നിർത്തിയാലും വിദേശകാര്യമന്ത്രി ജയശങ്കർ മത്സരിച്ചാലും തിരുവനന്തപുരവും കൂടെ പോരുമെന്ന വിജയം ഉറപ്പാക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ് BJPക്കുള്ളത്. ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആറ്റിങ്ങലിൽ V മുരളീധരനായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഇതിനോടകം തന്നെ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.